സൂരജ് സജി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൂരജ്, ഇന്ന് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ കാതലായ ഭാഗം ഈ സർക്കാർ നടത്തിയിട്ടുള്ള ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഈ സർക്കാർ ഈ രാജ്യത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, അതിനൊക്കെ മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ഏതൊക്കെ ഭാഗങ്ങളിലാണ്, എവിടെയൊക്കെയാണ് അത് കേരളത്തിലെ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒന്നായി മാറുന്നത്? എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് ഭരണ നേട്ടങ്ങളെ നരേന്ദ്രമോദി എണ്ണി പറഞ്ഞത്? ഏതൊക്കെ മേഖലകളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അദ്ദേഹം പ്രസംഗത്തിൽ പരാമർശിച്ചത്? ഗോപികൃഷ്ണൻ, സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ ഈ പ്രധാനമന്ത്രി എത്തുന്ന സമയത്ത് മുൻപുള്ള സമയങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള പ്രധാനമന്ത്രിയാണ്. ഈ വികസന വിഷയങ്ങളിൽ മാത്രമല്ലാതെ കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പരാമർശം, അല്ലെങ്കിൽ എതിർകക്ഷികളെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ അവരെ ആ അജണ്ടയ്ക്ക് പിന്നാലെ പായിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള ഒന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം ഈ മറ്റുള്ളവർ ഏറ്റെടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു വിഷയം, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഏറ്റെടുക്കുമെന്ന് കരുതിയ വിഷയങ്ങളിലേക്ക് അദ്ദേഹം കടന്നില്ല എന്നുള്ളതാണ്. കൃത്യമായ വികസന വിഷയങ്ങളിൽ മാത്രം ഊന്നിക്കൊണ്ട ഒരു പ്രസംഗത്തിലേക്ക് അദ്ദേഹം പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത് പ്രത്യേകിച്ച് ഈ സ്ത്രീകൾ, അതായത് ഒരു മഹിളാ സംഗമ വേദിയാണ്, അവിടെ പ്രധാനമായും ഉയർത്തിക്കാട്ടിയതും ഈ വീട്ടമ്മമാരെ ബാധിക്കുന്ന വിഷയങ്ങൾ എന്താണ്, അതിനകത്ത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികൾ എന്തൊക്കെയാണ്, അങ്ങനെ തുടങ്ങി ഈ വികസന പദ്ധതികൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയാക്കി ഇതിനെ മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യം തന്നെ ഇവിടെ പറഞ്ഞത് ഈ സ്ത്രീ സംരക്ഷണ ബില്ലിനെ കുറിച്ചായിരുന്നു. കാരണം ഈ മുസ്ലിം യുവതികൾ അടക്കം ഈ മുത്തലാഖ് വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ബിജെപിയുടെ ഈ ബില്ല് കൊണ്ട് സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. അതോടൊപ്പം ഈ സ്വാതന്ത്ര്യ സമര പഴയ വനിതകളെ അടക്കം ഓർത്തെടുക്കുന്നുണ്ട്. അതോടൊപ്പം ഇദ്ദേഹം പറഞ്ഞത് ഈ നാട്ടിലെ ദരിദ്രരും യുവാക്കളും കർഷകരും എല്ലാം തുടങ്ങി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ ബിജെപി സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് തങ്ങൾ നൽകിയ ഗ്യാരണ്ടി, മോദി നൽകിയ ഗ്യാരണ്ടികൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. 10 വർഷത്തിനിടെ സ്ത്രീകളുടെ ജീവിതം സുഗമമാക്കാൻ നിരവധി പദ്ധതികൾ നടപ്പാക്കി 10 കോടി കുടുംബങ്ങൾക്കാണ് ഈ ഗ്യാസ് കണക്ഷൻ നൽകിയത്. അത് മോദിയുടെ ഗ്യാരണ്ടിയിൽ ഒന്നാമത്തേത്. 11 കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകി, അത് മറ്റൊരു ഗ്യാരണ്ടി. ഈ ഗ്യാരണ്ടി എങ്ങനെ സാധിച്ചു എന്നുള്ളത് പ്രതിപക്ഷം കാണണം, അല്ലെങ്കിൽ ഓർക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കോടിക്കണക്കിന് പേർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ നൽകാൻ ഈ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. സ്ത്രീകളുടെ പ്രവാസ പദ്ധതികൾ ആവർത്തിച്ചു, അതോടൊപ്പം തന്നെ വർദ്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെ സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകി. ലോക്സഭയിലും നിയമസഭയിലും സംവരണ ബില്ല് ഉറപ്പാക്കി. ഇതെല്ലാം മോദി നൽകിയ ഗ്യാരണ്ടിയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ ഗ്യാരണ്ടി എന്നത് മലയാളത്തിൽ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം പോലും തുടങ്ങുന്നത്. അത്തരത്തിൽ ഈ വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ വികസന പദ്ധതികൾ മാത്രം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. മണിപ്പൂർ വിഷയത്തിൽ അനുനയ നീക്കത്തിന്, അതായത് പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളെ അനുനയിപ്പിച്ച് കൊണ്ടുവരേണ്ടത് തൃശൂർ മണ്ഡലത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ തൃശൂർ ജില്ലയെ സംബന്ധിച്ച് അനിവാര്യമായ ഘടകമായിരുന്നു. സൂരജ്, നമുക്കറിയാം ബിജെപിയുടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ബിജെപിയുടെ രാഷ്ട്രീയ പ്രചാരണത്തിന്റെ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം കുറിക്കൽ കൂടിയായിരുന്നു ഈ മഹിളാ സമ്മേളനത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ തൻ്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറയുക മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെ നിശിതമായ ഭാഷയിൽ വിമർശിക്കുക കൂടി ചെയ്തല്ലോ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ. തീർച്ചയായും ഈ സംസ്ഥാന സർക്കാരിന്റെ വിമർശനം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നേരത്തെ പറഞ്ഞ പരാമർശത്തിൽ തുടങ്ങി. അതായത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടന്നത് എന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയായിരുന്നു. പിന്നീട് കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷവും രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും പ്രത്യയശാസ്ത്രപരമായ അകൽച്ചയില്ല, രണ്ടുപേരും ഒന്നിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ്. അത് വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ഇവർക്ക് ഒരേ നിലപാടാണ് എന്ന തരത്തിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ഇന്ത്യ മുന്നണിയെ എല്ലാം രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം കേന്ദ്ര സർക്കാർ വിമാനത്താവളം അടക്കമുള്ള വികസന പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ആ വികസന പദ്ധതികൾക്കെല്ലാം തുരങ്കം വെക്കുന്ന ഒരു സമീപനമാണ് ഈ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുണ്ടാകുന്നത്. അത് ഇപ്പോൾ വിമാനത്താവളത്തിന്റെ കാര്യമായാലും പുതിയ റെയിൽവേ ആയാലും ഇതിലെല്ലാം ഈ വിരോധത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് ഏത് മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായാലും അംഗീകരിക്കാൻ കഴിയാവുന്നതല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നവകേരള സദസ്സിലടക്കം ഈ
സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ മന്ത്രിമാരുമെല്ലാം ഉയർത്തിയത് പ്രധാനമായ വിമർശനം ഈ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമാണ്, കേന്ദ്രം നൽകേണ്ട സഹായങ്ങൾ നൽകുന്നില്ല എന്ന വിമർശനം ഉയർന്നിരുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് കേന്ദ്രം നൽകുന്ന പണത്തിന്റെ കണക്ക് ചോദിക്കാൻ പോലും പാടില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്. കണക്ക് ചോദിച്ചാൽ കേന്ദ്ര പദ്ധതിക്കടക്കം തടസ്സം സൃഷ്ടിക്കുന്ന ഒരു സമീപനമാണ് ഈ ഇടതു സർക്കാരിൽ നിന്നുണ്ടാകുന്നത് എന്നൊരു വിമർശനം സംസ്ഥാന സർക്കാരിന് നേരെ വെക്കുന്നു. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും അടക്കം ഈ നവകേരള സദസ്സിൽ ചൂണ്ടിക്കാണിച്ച സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു മറുപടി പോലും പറയാൻ അദ്ദേഹം തയ്യാറായില്ല. കഴിഞ്ഞ തവണ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിലെത്തിയ വേളയിലെല്ലാം അവർ ഈ സംസ്ഥാന സർക്കാർ ഉയർത്തിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൃത്യമായ ഒരു മറുപടി പറയുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. പ്രധാനമന്ത്രി ഇന്ന് ഈ വേദിയിൽ എത്തുമ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പ്രതീക്ഷിച്ചതും ഈ സംസ്ഥാന സർക്കാർ ഉയർത്തിപ്പിടിച്ച ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്നു. ആ മറുപടിയിലും അതിലും കൃത്യമായ ഒരു മറുപടി പറയാൻ തയ്യാറായില്ല. പകരം ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള മറ്റു വിമർശനങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ പ്രസംഗം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂരിന്റെ ഏറ്റവും വലിയ ഹരമായിട്ടുള്ള അല്ലെങ്കിൽ തൃശ്ശൂരുകാരുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന പൂരം, ആ പൂരം ഇടക്കാലത്ത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. അത് കൃത്യമായി ഉയർത്തിക്കാട്ടാൻ പ്രധാനമന്ത്രി സാധിച്ചു. പൂരം നടത്തിപ്പിൽ പോലും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നു, അനാവശ്യ ഇടപെടലുകൾ ഉണ്ടാകുന്നു, അതുപോലും അതിൽ പോലും ഇടപെടൽ ഉണ്ടാകുന്നു. ശബരിമല നടത്തിപ്പിൽ കുത്തഴിഞ്ഞ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെയുള്ള കാര്യങ്ങളിലും പ്രധാനമന്ത്രി വിമർശനം ഉന്നയിച്ചു. എന്തായാലും ഈ വികസന പദ്ധതികൾ മാത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് വിവാദ വിഷയങ്ങളിൽ ഒന്നും മറുപടി പറയാത്ത തരത്തിൽ ഇന്ന് ഒരു പ്രസംഗം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശരി, വികസന വിഷയങ്ങളിൽ തന്റെ സർക്കാർ തന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അങ്ങനെ പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.